വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഇനീക്വാളിറ്റിയിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താണ് ബേസിക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇനി എന്താണ് എക്സാം, ഒരു പ്രിലിംസ് എക്സാമിൽ കയറുമ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ സിലോജിസത്തിൽ കണ്ട പോലെ എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും, രണ്ടോ ചിലപ്പോൾ മൂന്നോ കൺക്ലൂഷൻ തന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ടൈപ്പാണ് സാധാരണയായിട്ട് എക്സാമിൽ കാണാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറില്ല എന്നല്ല, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അധികവും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, എന്താണ് എച്ച് ലെസ് ദാൻ എ ലെസ് ദാൻ ടി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ എന്താണ് കൺക്ലൂഷൻ ടി ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ എങ്ങനെ നോക്കുക, ആദ്യം ടീനെ മാർക്ക് ചെയ്യുക. ടി ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ റിലേഷൻ കാണുക നോക്ക്, ഇവിടെ ഈക്വൽ ടു ഉണ്ട്, പിന്നെ ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ ഏതാ സൈന് വരിക, ടി ഗ്രേറ്റർ ദാൻ ബി എന്നല്ല വരിക. എന്തുകൊണ്ടാണ് ഇതാ ഈക്വൽ ടു ഗ്രേറ്റർ ദാനും ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതെന്താ എങ്ങനെ വന്നേ, ഇൻട്രൊഡക്ഷൻ സെക്ഷൻ പോയി കാണുക. അതെന്താണ് കഴിഞ്ഞ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അത് പോയി ആദ്യം കാണുക, എന്നിട്ട് ഇത് ബാക്കി ചെയ്യുക. അപ്പോൾ എന്താണ് ടി ഗ്രേറ്റർ ദാൻ ബി എന്നാണ് നമുക്കിവിടെ കിട്ടിയ റിലേഷൻ. അപ്പോൾ എന്തായി കൺക്ലൂഷനിൽ എന്താണുള്ളത്, ടി ഗ്രേറ്റർ ദാൻ ബി എന്നല്ലേ ഉള്ളത്. അപ്പോൾ അതെന്തായി ട്രൂ ആയി. ഇനി എന്താണ്, ഇനി അടുത്ത നോക്കുക, ഏതാണ് ജി ഗ്രേറ്റർ ദാൻ എച്ച് എന്നാണ്. അപ്പോൾ ജി എവിടെ, ജി ഇത് അവിടെ ഉണ്ട്, എച്ച് ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് റിലേഷൻ എങ്ങനെ, ഇതാ നോക്ക്, ലെസ് ദാൻ ഈക്വൽ ടു. പിന്നെന്താണ് അങ്ങനെയാണെങ്കിൽ ഏതാ വരിക, ലെസ് ദാൻ അല്ലേ വരിക. ലെസ് ദാനും ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ആണ് റിലേഷൻ വരിക. അപ്പോൾ എന്തായിരിക്കും, എച്ചിന് എവിടെ എഴുതണം, ജീന് എവിടെ എഴുതണം. അപ്പോൾ എന്തായി എച്ച് ലെസ് ദാൻ ജി എന്ന് കിട്ടി. ഇവിടെ നോക്ക്, എച്ച് ലെസ് ദാൻ ജി തന്നെയല്ലേ, അല്ലെങ്കിൽ ജി ഗ്രേറ്റർ ദാൻ എച്ച് എന്നല്ലേ. നമ്മളിതാ ജീൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നെങ്കിൽ ജി ഗ്രേറ്റർ ദാൻ എച്ച്. ഞാനിപ്പോൾ ഇതാ ഇവിടെ എച്ചിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുന്നെങ്കിൽ നോക്ക്, എച്ച് ലെസ് ദാൻ ജി എന്നാണല്ലേ. ഒന്നുമില്ല, ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജി ഗ്രേറ്റർ ദാൻ എച്ച്, ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എച്ച് ലെസ് ദാൻ ജി എന്നാണുള്ളത്. അപ്പോൾ ഇതും ട്രൂ ആണ്. അപ്പോൾ എന്തായി രണ്ട് കൺക്ലൂഷനും നമുക്ക് ട്രൂ ആയില്ലേ. അപ്പോൾ എന്താ ആൻസർ വരിക, ബോത്ത് 1 and 2 ഫോളോ എന്നല്ലേ വരിക. റെഡി. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കിയത്. ആകെ ഒന്നുമില്ല, കൺക്ലൂഷനുള്ള രണ്ട് എലമെൻറ്റ്സ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയിലുള്ള സൈന് നോക്കിയിട്ട് ഏതാണ് സൈന് വരിക എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിലേഷൻ അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ കൺക്ലൂഷൻ അത് സെയിം ആവുന്നുണ്ടോ നോക്കുന്നു, എന്നിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ ചെയ്ത്. അത് മാത്രമേ ആകെ നമ്മൾ ക്വസ്റ്റ്യൻ ഫസ്റ്റിൽ ചെയ്തിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കൺക്ലൂഷൻ ഏതാണ്, ആറും എല്ലും ആണല്ലോ. ആറിന് എവിടെയാണുള്ളത്, ഇവിടെയാണുള്ളത്. ഇതിൻ്റെ റിലേഷൻ എങ്ങനെയാണ് കാണുക നോക്ക്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ് വരിക, ലെസ് ദാൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ല് ലെസ് ദാൻ ആറ് എന്നാണ് എല്ലും ആറ് തമ്മിലുള്ള റിലേഷൻ എന്ന് കണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, കൺക്ലൂഷൻ നോക്ക്. അവിടെ ആർ ഗ്രേറ്റർ ദാൻ എല്ല്, ഇവിടെയോ എല്ല് ലെസ് ദാൻ ആറ്, രണ്ട് സെയിമിനല്ലേ. അപ്പോൾ എന്തായി, ഇത് ട്രൂ ആയി. റെഡി. ഇനിയിപ്പം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നോക്ക്, കെയും എസ്സും ആണുള്ളത്. കെ എവിടെ, എസ് ഇത് അവിടെ നോക്ക്. അതിൻ്റെ ഇടയിൽ നോക്ക്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ലെസ് ദാൻ, ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. രണ്ട് ഓപ്പോസിറ്റ് സൈനല്ലേ. ഓപ്പോസിറ്റ് സൈൻ വന്നിട്ടുണ്ടെങ്കിൽ നോ റിലേഷൻ. ഓപ്പോസിറ്റ് സൈൻ വന്നിട്ടുണ്ടെങ്കിൽ നോ റിലേഷൻ എന്ന് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്പോസിറ്റ് സൈൻ വന്നിട്ടുണ്ടെങ്കിൽ നോ റിലേഷനാണ്. നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ഒരു അരമണിക്കൂറിൻ്റെ മേലുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെയും എസും നോ റിലേഷനാണ്. നോ റിലേഷൻ ആണെങ്കിൽ എങ്ങനെ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏത് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് വന്നതെന്നൊന്നും നോക്കണ്ട. ഈ സൈൻ ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഏത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ ആൻസർ ആദ്യത്തെ ട്രൂ ആണ്, രണ്ടാമത്തെ ഫാൾസ് ആണ്. ആൻസർ എന്താ വരിക, ഓൺലി 1 ഫോളോസ് ആണ്. സിമ്പിൾ അല്ലേ. ഇനി അടുത്തത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ഡബ്ല്യു ലെസ് ദാൻ ആറും ആറ് ഈക്വൽ ടു ഡബ്ല്യു എന്നാണല്ലേ. ഡബ്ല്യു ലെസ് ദാൻ ആറും ആറ് ഈക്വൽ ടു ഡബ്ല്യു. നോക്ക്, ഡബ്ല്യു ഇത് അവിടെ ഉണ്ട്, ആറ് ഇത് ഇവിടെ ഉണ്ട്, ഡബ്ല്യു ഇവിടെ ഉണ്ട്, ആറ് ഇവിടെ ഉണ്ട്. അപ്പോൾ നോക്ക് എങ്ങനെയാണ് റിലേഷൻ കാണുക, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും റിലേഷൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റിലേഷൻ. പക്ഷേ ക്വസ്റ്റ്യനിൽ ഡബ്ല്യു ലെസ് ദാൻ ആറ് എന്നാണല്ലേ, ഫാൾസ് ആണ്. ഇനിയിപ്പോൾ അടുത്ത ഇത് നോക്കുമ്പോൾ ആറും ഡബ്ല്യു തന്നെയാണ്, നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ച് വെച്ചാണ്. അപ്പോൾ ആറും ഡബ്ല്യു ആർ ഈക്വൽ ടു ഡബ്ല്യു എന്നാണ്, അതും ഫാൾസ് ആണ്. പക്ഷേ ഇവിടെ നോക്ക്, ഡബ്ല്യു ലെസ് ദാൻ ആറും ഉണ്ട്,
W ഈക്വൽ ടു R ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കൺക്ലൂഷനിലുള്ളത്. അപ്പോൾ രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്? എന്താണ് രണ്ട് എലമെൻറ്റ്സും എന്താണ് കോമൺ ആയിട്ട് വരുന്ന, രണ്ട് കൺക്ലൂഷനിലും രണ്ട് എലമെൻറ്റ്സ് കോമൺ ആയിട്ട് വരുന്ന, അങ്ങനെയാണെങ്കിൽ എന്താണ് കോംപ്ലിമെൻ്ററി പെയർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും എങ്ങനെയാണ് കോംപ്ലിമെൻ്ററി പെയർ ആണെന്ന് വെരിഫൈ ചെയ്യുക? ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നോക്കണം. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ എന്താണ് വരിക? W<R എന്നല്ലേ വരിക? ഇവിടെ നോക്ക്, W<R എന്നല്ലേ നമ്മൾ റിലേഷൻ കണ്ടുപിടിച്ച്. അപ്പോൾ എന്തായി? ഈ കോംപ്ലിമെൻ്ററി പെയർ എന്നുള്ള എന്തായി? ട്രൂ ആയില്ലേ? എന്തുകൊണ്ടാണ്? W<R എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി പെയർ ആയിട്ട് ഏതാ വരിക? W<R W=R. അപ്പോൾ എന്തായി? ഇതൊരു കോംപ്ലിമെൻ്ററി പെയർ ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഐദർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ് എന്നാണ് വരിക. റെഡി? സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ പ്രത്യേകത? സ്റ്റേറ്റ്മെൻറ്റിൽ 2 എണ്ണം ഉണ്ട്, 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ എന്താണ് കൺക്ലൂഷൻ എന്താണ്? അതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ 2 എണ്ണമാണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. അപ്പോൾ എന്താണ് ആദ്യത്തേത്? D<S. എവിടെ? D എവിടെയാണുള്ളത്? D ഇവിടെയാണുള്ളത്. S ഇവിടെയാണുള്ളത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ രണ്ടിനെ കണക്ട് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടാവും എന്നല്ലേ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലെറ്റർ ഉണ്ടാവും. അതേതാ നോക്ക്. ഇവിടെ G ഉണ്ട്, S ഉണ്ട്, E ഉണ്ട്, W ഉണ്ട്. ഇവിടെ D ഉണ്ട്, K ഉണ്ട്, A ഉണ്ട്, G ഉണ്ട്. ഏതാ? G അല്ലേ? ഏതാണ് കണക്ട് ചെയ്യുന്നത്? G ആണ്. ഇതാ നമുക്ക് G ആണ് കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്യുന്നത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാണുക? നമുക്ക് ആവശ്യമുള്ളതും ആ കണക്റ്ററുമായിട്ട് തമ്മിലുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻ ആദ്യം കാണുക, എന്നിട്ട് രണ്ടും കൂടി കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഏതാണ് നോക്കുന്നത്? ഇപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്റ്ററും നമുക്ക് ആവശ്യമുള്ളതും തമ്മിലുള്ള ഒരു കണക്ഷൻ കാണുക. അപ്പോൾ ആദ്യത്തെ നോക്കുമ്പോൾ എന്താണ്? G<S എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കുമ്പോൾ D>= അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞത്? D>G എന്നും കിട്ടും. അപ്പോൾ നോക്ക്, D>G എന്നും കിട്ടും. ഇനി ഇത് രണ്ടും കൂടി കണക്ഷൻ ചെയ്യാം. എങ്ങനെയാണ് കണക്ഷൻ ചെയ്യുക? Gനേക്കാൾ വലുതാണ് D എന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെയാ? എങ്ങനെയാ? D ഇവിടെയല്ലേ വരിക? Gനേക്കാൾ വലുതാണ് D എന്നല്ലേ നമുക്ക് കിട്ടിയാൽ. നോക്ക്, D>G എന്നല്ലേ. അപ്പോൾ എങ്ങനെയാണ് വന്നത്? അപ്പോൾ മൊത്തമായിട്ടുള്ള ഫൈനൽ ആൻസർ എന്താണ്? നമുക്ക് ഇങ്ങനെയാണ് റിലേഷൻ കിട്ടിയത്. അപ്പോൾ എന്താണ്? ഇവിടെ ഒരു ഗ്രേറ്റർ ദാനും ഇവിടെ ഒരു <= ഓപ്പോസിറ്റ് സൈൻ അല്ലേ? അങ്ങനെയാണ് എന്താണ്? നോ റിലേഷൻ ആണ്. അപ്പോൾ എന്തായി? ഫസ്റ്റ് കൺക്ലൂഷൻ എന്തായി? ഫാൾസ് ആയില്ലേ? എന്താ ചെയ്തത്? ആകെ ഒരു കണക്റ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു കണക്റ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയായിരുന്നു? എസും ഡിയും. ആ എസും ഡിയും ആ കണക്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് 2 എണ്ണമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 2 എണ്ണം ഏതൊക്കെയായിരുന്നു? G<S D>G. അത് രണ്ടും കൂടി എന്താണ് പിന്നെ മിക്സ് ചെയ്ത് എന്നിട്ട് എന്തായി? ഡിയും എസും തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിച്ച്. അപ്പോൾ എന്തായി? D>G എന്താണ്? നോ റിലേഷൻ ആണെന്ന് കണ്ടുപിടിച്ച്. അപ്പോൾ എന്തായി? ഇവിടെ എന്തായി? ഫാൾസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ, നമ്മൾ ാണ് നോക്കുന്നത്. ആദ്യത്തെ നമ്മൾ ഫാൾസ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എന്താണ്? കെയും എസുമാണ്. അപ്പോൾ കെയും എസ് എങ്ങനെ മാർക്ക് ചെയ്യുക? കെ ഇവിടെ ഉണ്ട്, എസ് ഇവിടെ ഉണ്ട്. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതാ കണക്ട് ചെയ്യുന്നത്? G ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ G ആയിട്ടുള്ള കണ്ടുപിടിക്കാം. G<S നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ G<S പിന്നെ K>G എന്നാണുള്ളത്. റെഡിയാണോ? അപ്പോൾ എന്താണ് നമുക്ക് =, വന്നിട്ടുണ്ടെങ്കിൽ > എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? G<S K>G അപ്പോൾ ഇതിൽ എങ്ങനെ കണക്ഷൻ കണ്ടുപിടിക്കുക? Gനേക്കാൾ വലുതോ അതിൽ കൂടുതലാണ് K എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ K ഇവിടെ വരും. റെഡിയാണോ? അപ്പോൾ എന്തായി? 2 ഓപ്പോസിറ്റ് സൈൻ വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? നോ റിലേഷൻ. ഇവിടെ എന്താണ്? നോ റിലേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഫാൾസ് എന്ന് വരും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കിയത്. ഇവിടെ എന്താണ്? നോ റിലേഷൻ വന്ന് ഫാൾസ് വന്ന്. എന്താണ് ആകെ കോമൺ ആയിട്ട് ചെയ്യേണ്ടത്? 2 സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. എന്താണ്? 2 എലമെൻറ്റ്സാണ്. 2 എലമെൻറ്റ്സ് തമ്മിലുള്ള കണക്ഷനാണ് നമുക്ക് വേണ്ടത്. പക്ഷേ അതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അതിൽ കോമൺ ആയിട്ട് ഒരു കണക്ടർ ഇല്ലേ? ഇനിയിപ്പോൾ കണക്ടർ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാ. ഇതിലേതാ കണക്ടർ ചെയ്താൽ 2ൽ കോമൺ ആയിട്ട് നിൽക്കുന്നത് G ആണ്. ഇപ്പോൾ എലമെൻറ്റ്സ് ഏതാ? ഈ 2 എലമെൻറ്റ്സ് ഏതാ? എസും കെയും ആയിരുന്നു രണ്ടാമത്തെ റിലേഷനിൽ. അപ്പോൾ എന്തായി? ആ 2 എലമെൻറ്റ്സും ഒരു കണക്ടറും തമ്മിൽ കണക്ട് ചെയ്ത് എന്നിട്ട് എന്ത് കിട്ടി? 2 ഇനീക്വാളിറ്റീസ് കിട്ടിയില്ലേ? 2 ഇനീക്വാളിറ്റീസ് കിട്ടി. ഏതൊക്കെയായിരുന്നു? ഇവിടെ ആണെങ്കിൽ G<S ഇവിടെ K>G പിന്നെ ഈ 2 ഇനീക്വാളിറ്റിയും കൂടി ചേർത്തിട്ട് ഇത് തമ്മിലുള്ള റിലേഷനും ആക്കി, ഒരു ഇനീക്വാളിറ്റി ആക്കി.
പിന്നെ 2 ഇനീക്വാളിറ്റി എന്താക്കി, 1 ഇനീക്വാളിറ്റി ആക്കി. ആ 1 ഇനീക്വാളിറ്റിയിൽ നിന്ന് അത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച്. അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. സിമ്പിളാണ്. അപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും അങ്ങനെ തന്നെ എന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, 2 കൺക്ലൂഷനും ഉണ്ട്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് കൺക്ലൂഷൻ? സെഡും സിയും ആണ്. സെഡ് ഇവിടെ ഉണ്ട്, സി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഏതാണുള്ളത് നോക്ക്, എഫ് വൈ എക്സ് സെഡ്. ഇവിടെ നോക്ക് സി എക്സ് ഡബ്ല്യു ആണുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് ഏതാണുള്ളത്? എക്സ് ആണുള്ളത്. അപ്പോൾ എന്തായി ആദ്യം ചെയ്യേണ്ടത് എന്താ, ഫസ്റ്റ് കൺക്ലൂഷനിലത്തെ നമുക്ക് വേണ്ട എലമെൻറ്റും ആ കണക്റ്ററും തമ്മിലുള്ള റിലേഷൻ ഏതാണ്? എക്സ് ലെസ് ദാൻ സെഡ് അല്ലേ. അപ്പോൾ രണ്ടാമത്തേൽ എന്താണ്, ആ കണക്റ്ററും നമുക്ക് വേണ്ട എലമെൻറ്റും. അപ്പോൾ എന്താണ്, സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എന്നിട്ട് രണ്ടും കൂടി കണക്ട് ചെയ്യുക. എങ്ങനെ രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് എഴുതി വെക്കുക, എക്സ് ലെസ് ദാൻ സെഡ് എഴുതി വെക്കുക. പിന്നെ എക്സിനേക്കാളും എന്താണ് ചെറുതോ അതിൽ കുറവാണ് സി എന്നും എഴുതി വെച്ച്. അപ്പോൾ എന്തായി, ഇനി എന്താണ് നമുക്ക് കിട്ടേണ്ട സെഡ് സി തമ്മിലുള്ള റിലേഷൻ അല്ലേ. നോക്ക് ഇങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ആണെങ്കിൽ സി ലെസ് ദാൻ സെഡ് എന്ന്. അപ്പോൾ നോക്ക് സി ലെസ് ദാൻ സെഡ് എന്ന് പറഞ്ഞത് എന്താ സി, അതിനല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. നോക്ക് സെഡിനേക്കാൾ ചെറുതാണ് സി. അപ്പോൾ എന്തായി ആദ്യത്തെ എന്തായി ട്രൂ ആയില്ലേ. അപ്പോൾ എന്തായി ആദ്യത്തെ എന്തായി ട്രൂ ആയിട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്, ആദ്യത്തെ ട്രൂ ആയിട്ടുണ്ട്. ഇനി എന്താണ് രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, എഫും ഡബ്ല്യു ഉണ്ട്. അതെങ്ങനെ അടയാളപ്പെടുത്തുക, എഫ് ഇതവിടെ ഡബ്ല്യു ഇതവിടെ. പിന്നെ എന്താണ് കോമൺ ആയിട്ടുള്ളത്, എക്സ് ആണുള്ളത്, എക്സ് ആണുള്ളത്. അത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, എഫ് ഗ്രേറ്റർ ദാൻ എക്സ്. റെഡിയാണോ? നോക്ക് എഫ് ഇതവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ എഫ് ഗ്രേറ്റർ ദാൻ എക്സ്. ഇനി എന്താണ് എക്സ് ലെസ് ദാൻ ഡബ്ല്യു. അത് രണ്ടും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ എഫ് ഗ്രേറ്റർ ദാൻ എക്സ്, എക്സിനേക്കാൾ വലുതാണ് ഡബ്ല്യു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഡബ്ല്യു. അപ്പോൾ നോക്ക് രണ്ട് ഓപ്പോസിറ്റ് സൈനുകളുള്ള. അപ്പോൾ എന്താണ് നോ റിലേഷൻ. രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ നോ റിലേഷൻ ആണല്ലേ. എന്താണ് ഈ ഓപ്പോസിറ്റ് സൈന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇങ്ങോട്ട് തുറന്നാണെങ്കിൽ ഒന്ന് അങ്ങോട്ട്, അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് തുറന്നാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് തുറന്നാണെങ്കിൽ അവിടുന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക്. അങ്ങനെയാണ് ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞത് അല്ലെ. ഓപ്പോസിറ്റ് സൈൻ അല്ലാത്ത ഏതൊക്കെയാണ്, ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു, അങ്ങനെ പോകുന്ന സംഭവങ്ങളൊക്കെയാണ് എന്താണ് സെയിം സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ തുറന്ന് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്താണ് സെയിം സൈൻ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗ്രേറ്റർ ദാൻ ആണെന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതെങ്ങനെ. ഇതാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ എന്താണ്, ഇത് ഫാൾസ് ആണ്. എന്തുകൊണ്ടാണ്, ഇവിടെ നോ റിലേഷൻസ് കിട്ടിയിട്ടുണ്ട്. നോ റിലേഷനിൽ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, ഓൺലി കൺക്ലൂഷൻ 1 ഫോളോവേഴ്സ്. സിമ്പിൾ അല്ലേ. റെഡി. ഇനി എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും എന്താണ് നേരത്തെ പോലെ തന്നെയാണുള്ളത്. ഇതിൽ ആദ്യം കോമൺ ആയിട്ടുള്ള ഏതാണ്, അത് ആദ്യം കണ്ടുപിടിക്കുക. JMKH. നോക്ക് ഇതിലേതാണ് എച്ച് അല്ലേ ഉള്ളത്. നോക്ക് ഇവിടെ രണ്ടിലേതാണ് എച്ച് ആണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ എന്താണ് കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ K = N ഉം J ലെസ് ദാൻ എസും ആണുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, ഇതിൽ K ഇതവിടെ ഉണ്ട്, N ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ തമ്മിലുള്ള K വെച്ച് തമ്മിൽ എന്താണ് റിലേഷൻ, K = H അല്ലേ. പിന്നെന്താണ് N = ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രേറ്റർ ദാൻ ആണ് വരിക. അപ്പോൾ N ഗ്രേറ്റർ ദാൻ H. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ കാണുക എങ്ങനെയാണ്, K = H ലെസ് ദാൻ N. എന്തുകൊണ്ട് എങ്ങനെ എഴുതിയേ, ഒന്നുമില്ല, ആദ്യത്തെ നേരെ താഴോട്ട് എഴുതി വെക്കുക. എന്നിട്ട് പിന്നെ എന്താണ് ഈ എച്ചും എന്നും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് ഇവിടെ എഴുതി വെക്കുക. എച്ചിനേക്കാൾ വലുതാണ് N. ഇവിടെ അത് തന്നെയല്ല എഴുതിയ, എച്ചിനേക്കാൾ വലുതാണ് N. അപ്പോൾ എന്താണ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. Kയും Hഉം Nഉം തമ്മിലുള്ള കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണ് കൺക്ലൂഷനിൽ Kയും Nഉം തമ്മിലുള്ള കണക്ഷനേ വേണ്ടുള്ളൂ. നോക്കണമെങ്കിൽ എന്താണ് K ലെസ് ദാൻ N എന്നല്ലേ. എന്തായി അതെന്തായാലും എല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ ആൻസർ വരിക, ഫാൾസ് എന്നായിരിക്കും വരിക. റെഡി. അപ്പോൾ അടുത്തത് എന്താണ് J ലെസ് ദാൻ എസ് എന്നുള്ളതാണ്. എവിടെ J ഇവിടെ ഉണ്ട്, എസ് ഇവിടെ ഉണ്ട്. അപ്പോൾ J ലെസ് ദാൻ എസ് എന്നാണെന്നുള്ളത് നമുക്ക് എങ്ങനെ കാണുക, നമുക്ക് ജെയും ഉണ്ട് ലെസ് ദാൻ എച്ചും ഉണ്ട്. കിട്ടിയില്ലേ, അതെങ്ങനെ കിട്ടിയത്, ഇവിടെ നോക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ ലെസ് ദാനേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എസും എച്ചും തമ്മിലുള്ള എന്താണ് എസ് ഗ്രേറ്റർ ദാൻ എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയത്, നോക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാനും ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ ഗ്രേറ്റർ ദാനാണ് വരിക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. നോക്ക് ആദ്യത്തെ ഒന്ന് എഴുതി വെക്കുക, J ലെസ് ദാൻ എച്ച് എന്ന് എഴുതി വെക്കുക. പിന്നെ എച്ചിനേക്കാൾ വലുതാണ് എസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, എച്ചിനേക്കാൾ വലുതാണ് എസ്. നോക്ക് അപ്പോൾ ഇതെന്തായി രണ്ട് സെയിം സൈനായില്ലേ. പിന്നെന്താണ് നമുക്ക് കിട്ടേണ്ട റിലേഷൻ എന്താണ്, J എസും തമ്മിലുള്ളല്ലേ സെയിം സൈൻ ആണെങ്കിൽ അത് തന്നെയായിരിക്കും സൈനും വരിക. അപ്പോൾ കിട്ടേണ്ട റിലേഷൻ എന്താണ്, J ലെസ് ദാൻ എസ് ആണ്. ഇവിടെ തന്നിട്ടുള്ള ഏതാണ്, J ലെസ് ദാൻ എസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ, എന്തായിരിക്കും ശരിയാക്കിയല്ലേ വരിക. അപ്പോൾ ആൻസർ എന്താണ് വരിക,
ഓൺലി ടു ഫോളോസ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താണ് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ആദ്യം തന്നെ എന്താണ് കാണേണ്ടത്, രണ്ട് കണക്ട് ചെയ്യാൻ പറ്റിയ എലമെൻ്റ് ഏതാ, ഇവിടെ ഡബ്ല്യു ആണുള്ളത്. ഇനി കൺക്ലൂഷൻ നോക്കാം. കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തിൽ ടിയും എക്സും, എവിടെ ടി എക്സ് ഇത് എവിടെയാണുള്ളത്, ടി ഇത് എവിടെയാണുള്ളത്. അപ്പോൾ എന്താണ് ഈ എക്സും ഡബ്ല്യൂയും കൂടെയുള്ള റിലേഷൻ ആദ്യം കാണുക, പിന്നെ ടിയും ഡബ്ല്യൂയും തമ്മിലുള്ള റിലേഷൻ ആദ്യം പിന്നെ കാണുക. അപ്പോൾ എന്താണ് എക്സ് ലെസ് ദാൻ ഡബ്ല്യൂ എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് വന്നത്, ഗ്രേറ്റർ ദാനും ലെസ് ദാനും വന്നിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ആണ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇവിടെ ടിയും ഡബ്ല്യൂയും ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് വന്നത്. അപ്പോൾ എന്താണ് ടി ഗ്രേറ്റർ ദാൻ ഡബ്ല്യൂ എന്നു. അപ്പോൾ രണ്ട് റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒന്ന് താഴെ എഴുതി വെക്കുക, എക്സ് ലെസ് ദാൻ ഡബ്ല്യൂ എന്ന് എഴുതി വെക്കുക. പിന്നെ എന്താണ് ഡബ്ല്യൂവിനേക്കാൾ വലുതാണ് ടി എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ എഴുതുക, ഡബ്ല്യൂവിനേക്കാൾ വലുതാണ് ടി. പിന്നെ നമുക്ക് കിട്ടേണ്ട ഏതാ, എക്സും ടിയും ഉള്ള റിലേഷൻ അല്ലേ. അപ്പോൾ എന്താണ് എക്സ് ലെസ് ദാൻ ടി എന്ന് കിട്ടും. നമുക്ക് കിട്ടേണ്ടത് എന്താണ്, എക്സും ടി ഉള്ള റിലേഷൻ എക്സ് ലെസ് ദാൻ ടി എന്ന്. ഇവിടെ നോക്ക് എക്സ് ലെസ് ദാൻ ടി എന്നല്ലേ, അല്ലെങ്കിൽ ടി ഗ്രേറ്റർ ദാൻ എക്സ് എന്നല്ലേ. അപ്പോൾ എന്തായി, ആദ്യത്തെ എന്തായി ട്രൂ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ആറ് ഗ്രേറ്റർ ദാൻ വി എന്നാണ്. എവിടെ ആറ് എവിടെ ഉണ്ട്, വി എവിടെയാണുള്ളത്, വി എവിടെയാണുള്ളത്. അപ്പോൾ എന്തായി ആദ്യത്തിൽ നോക്കുമ്പോൾ വി ലെസ് ദാൻ ഡബ്ല്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് ആറ് ഗ്രേറ്റർ ദാൻ ഡബ്ല്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വന്നതിനെ കൊണ്ട് ഗ്രേറ്റർ ദാൻ ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് റിലേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുക. വി ലെസ് ദാൻ ഡബ്ല്യൂ, ഡബ്ല്യൂവിനേക്കാൾ വലുതാണ് ആറ്. ഓക്കെ, ഡബ്ല്യൂവിനേക്കാൾ വലുതാണ് ആറ്. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുക, വി ലെസ് ദാൻ ആറ് എന്നല്ലേ. വിൻ്റെ ആറിൻ്റെ തമ്മിലുള്ള റിലേഷനല്ലേ കണ്ടേ, വി ലെസ് ദാൻ ആറ്. നോക്ക് ആറ് ഗ്രേറ്റർ ദാൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ലെസ് ദാൻ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെയിം ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക, ഓപ്ഷൻ 2 ആയിരിക്കും വരിക. അപ്പോൾ എന്താണ് ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോ എന്നായിരിക്കും ഉണ്ടാകുക. റെഡിയല്ലേ. എന്താണ് ചെയ്തത്, ആകെ ഒരു കണക്ടർ കണ്ടുപിടിച്ച് അത് തമ്മിലുള്ള നമുക്ക് വേണ്ട എലമെൻറ്റും ആ കണക്ടറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച് ആ റിലേഷൻ രണ്ടും കൂടി മിക്സ് ചെയ്ത്. എന്തുകൊണ്ടാണ് മിക്സ് ചെയ്ത്, രണ്ടിൽ കോമൺ ആയിട്ട് ഇതാ ഡബ്ല്യൂ ഉള്ളത് കൊണ്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ രണ്ടിൽ കോമൺ ആയിട്ടുള്ള ആ കണക്ടർ ഉള്ളത് കൊണ്ടാണ് അത് മിക്സ് ചെയ്തത്. മിക്സ് ചെയ്തിട്ട് നമ്മൾ റിലേഷൻ്റെ കൺക്ലൂഷന് എങ്ങനെ എത്തിപ്പെടാമെന്നാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താണ്, ഇതിൻ്റെ ഇ ആണ്. ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ് ആണ്. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെയാണ്. അപ്പോൾ എന്താണ് കോമൺ ആയിട്ടുള്ള ഏതാണ്, ഇവിടെ യു ടി ഒ പി, പി അല്ലേ ഉള്ളത്. പിന്നെന്താണ് കൺക്ലൂഷൻ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ആദ്യത്തെ ആണെങ്കിൽ യുവും ജെയും, യു ഇതെവിടെ ഉണ്ട്, ജെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് എങ്ങനെയാണ്, യു ഗ്രേറ്റർ ദാൻ പി എന്ന് കിട്ടും. പിന്നെ എന്താണ് ജെ ഈക്വൽ ടു പി എന്നും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് യു ഗ്രേറ്റർ ദാൻ പി ഈക്വൽ ടു ജെ ആണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ യു ഗ്രേറ്റർ ദാൻ ജെ എന്നും കിട്ടും. അതെന്തുകൊണ്ടാണ് വന്നത്, ഈ 3 എലമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ 2 സൈനും ആണുള്ളതെങ്കിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ്, ഫസ്റ്റും തേർഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്ന റിലേഷൻ, യു ഗ്രേറ്റർ ദാൻ ജെ ആണ്. ഇവിടെ തന്നെ അത് തന്നെ തന്നിട്ടുള്ള യു ഗ്രേറ്റർ ദാൻ ജെ. അപ്പോൾ എന്തായി കൺക്ലൂഷൻ 1 എന്തായി ട്രൂ ആയിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി നോക്കേണ്ട കൺക്ലൂഷൻ 2 ആണ്. ഡബ്ല്യൂവും ഓയും തമ്മിലുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഡബ്ല്യൂ എവിടെ ഉണ്ട്, ഡബ്ല്യൂ ഓ എവിടെ ഉണ്ട്, ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി എന്നാണുള്ളത്. പിന്നെ എന്താണ് ഡബ്ല്യൂ ലെസ് ദാൻ പി എന്നാണുള്ളത്. അപ്പോൾ എന്തായി ഒ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു പിയും ഡബ്ല്യൂ ലെസ് ദാൻ പി എന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു പി എന്താണ്, പിന്നെ എന്താണ് പി ഡബ്ല്യൂവിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞത്, ഡബ്ല്യൂ ഇവിടെ വരും. അപ്പോൾ എന്തായി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒ ഗ്രേറ്റർ ദാൻ ഡബ്ല്യൂ എന്ന് നമുക്ക് റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഒ ഗ്രേറ്റർ ദാൻ ഡബ്ല്യൂ എന്ന് റിലേഷൻ കിട്ടിയിട്ടുണ്ട്. നോക്ക് ഇതിലേതാണ് തുറന്ന ഭാഗം, ഈ ഇനീക്വാളിറ്റീൻ്റെ തുറന്ന ഭാഗത്താണ് വലുതുണ്ടാകുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്ക് ഏതാണ് വലുത്, ഓയിലും ഡബ്ല്യൂയിലും ഓ അല്ലേ വലുത്. ഇവിടെ നോക്ക് ഇതിലെന്താണ് ഓയിലും ഡബ്ല്യൂയിലും എന്താണ് ഡബ്ല്യൂ ആണ് വലുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്തായി ആൻസർ എന്തായി, ഓപ്ഷൻ എന്തായി, കൺക്ലൂഷൻ എന്തായി, അത് റോങ് അല്ലേ. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ് ട്രൂ അല്ലേ. അപ്പോൾ എന്താണ് ഓൺലി കൺക്ലൂഷൻ 1 ഫോളോ എന്നേക്ക് ആൻസർ കിട്ടുക. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ ആകെ എന്താണ് ചെയ്തത്, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളെങ്കിൽ എന്താണ് നമുക്ക് വേണ്ട എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ ഇടയിൽ ഉള്ള സൈനുകൾ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഏകദേശം സെയിം സൈനുകളാണ്. സെയിം സൈൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ലെസ് ദാൻ അല്ല ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് തുറന്ന് കിടക്കുന്നതാണെങ്കിൽ എന്താണ് അത് തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതെന്താണ് ഇതാ ഇങ്ങനെ വന്നെങ്കിൽ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിലും നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ അതെന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈനുകൾ വരുന്ന സമയത്താണ് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അന്നേരം നോ റിലേഷൻ വരും. നോ റിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് ഫാൾസ് ആയിരിക്കും. പിന്നെ കോംപ്ലിമെൻ്ററി പെയറിൻ്റെ കൺസെപ്റ്റാണ്, അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലൊന്നും നോക്കിയിട്ടില്ല, അത് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാലുള്ള എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ ഒരു കണക്റ്റർ ഉണ്ടാവും. ആ കണക്റ്ററും നമുക്ക് വേണ്ട എലമെൻറ്റ് തമ്മിലുള്ള 2 റിലേഷൻ കിട്ടും. ആ 2 റിലേഷനും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ 4-5 ക്വസ്റ്റ്യനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യനൊക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക.